നമസ്കാരം. ആൻഗ്രാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വിത്ത് മുളപ്പിക്കാനുള്ള ചില എളുപ്പ വഴികളും പിന്നെ കൃഷി കലണ്ടറിനെയും കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പുതുതായി ഒരു അടുക്കളത്തോട്ടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അറിയേണ്ടത് ഏതൊക്കെ മാസം ഏതൊക്കെ വിളകൾ നന്നായി വളരും എന്നതാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ ജൂൺ മാസമാണ്, മഴക്കാലമായതിനാൽ ഈ മാസത്തിൽ തക്കാളി നട്ടാൽ വളരാനും കായ പിടിക്കാനും ഒക്കെ വളരെ പ്രയാസമാണ്. കാരണം തക്കാളിക്ക് നല്ല സൂര്യപ്രകാശം വേണം. കൂടാതെ വരണ്ട കാലാവസ്ഥയാണ് തക്കാളി കൃഷിക്ക് അനുയോജ്യം. അപ്പോൾ ഏതൊക്കെ മാസം ഏതൊക്കെ വിളകളാണ് നന്നായി വളരുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം കൃഷി ചെയ്യാൻ ആരംഭിക്കുക. അപ്പോൾ നമ്മുടെ അധ്വാനത്തിനുള്ള നല്ല ഫലം കിട്ടും. മറിച്ചായാൽ ചിലപ്പോൾ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ കൃഷി തന്നെ മതിയാക്കിയെന്ന് വരും. അതുകൊണ്ട് പുതുതായി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ കലണ്ടർ നോക്കി കൃഷി ആരംഭിക്കുക. കൃഷി തുടങ്ങി കുറച്ചുനാൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം പഠിച്ചെടുക്കാൻ കഴിയും. അടുത്ത് അറിയേണ്ടത് കൃഷിയെ ബാധിക്കുന്ന കീടങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ചെടിയൊക്കെ നട്ട് നന്നായി പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങുമ്പോഴേക്കും കീടങ്ങൾ വരാൻ തുടങ്ങും. കീടങ്ങൾ എന്തായാലും വരും. അപ്പോൾ അതിനു മുമ്പ് തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ജൈവ കീടനാശിനികളെക്കുറിച്ചും ഉപയോഗ രീതിയെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കുക. എൻ്റെ തക്കാളി കൃഷിയുടെ വീഡിയോയിൽ ജൈവ കീടനാശിനികളെക്കുറിച്ചും ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് വിത്ത് മുളപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എപ്പോഴും നമ്മൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. വിത്ത് പാകുന്നതിന് മുമ്പ് അരമണിക്കൂർ സ്യൂഡോമോണസ് ലായനിയിൽ ഇട്ടുവയ്ക്കുക. ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തക്കാളിയുടെ വിത്താണ്. വിത്ത് പാകിയ ശേഷം ഒരൽപ്പം മണലോ ചകിരിച്ചോറോ ഇട്ട് കൊടുക്കുക. ഒരൽപ്പം ജലം സ്പ്രേ ചെയ്ത് കൊടുക്കുക.
രീതിയിൽ മുളപ്പിക്കാവുന്നതാണ്. പക്ഷെ മല്ലി മുളയ്ക്കാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. വിത്ത് പാകിയ ശേഷം ഒരൽപ്പം മണലോ ചകിരിച്ചോറോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരൽപ്പം ജലം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ രീതികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.